ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ കലമാൻ്റെ ഇതുള്ളത് 5 കലമാനുള്ളതിനൊക്കെ 1 കോടി രൂപ വിലയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസാണ്. 23 വർഷത്തോളം ഉള്ള കളക്ഷനുണ്ടത്. 23 വർഷമായിട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. 1 പുത്തൻ 2 പുത്തൻ എന്നൊക്കെ അതൊക്കെ വർഷങ്ങൾ ഇപ്പോഴൊക്കെ ഇപ്പം 100 വർഷം കഴിഞ്ഞാൽ എല്ലാം പുരാവസ്തുത കാണല്ലോ. 1768 വരുമ്പോഴത്തേക്ക് ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ കവടിയാറാണ് താമസം. ഏകദേശം ഒരു 22-23 വർഷമായി ഈ കോയിൻസും കറൻസിയുടെയും കളക്ഷൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ലിബർട്ടി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം, അഡൽട്ട് ടൈപ്പിൻ്റെ. ഈ പറഞ്ഞ പോലെ കോയിൻസിൻ്റെയും ഇതിന് കുറച്ച് വെറൈറ്റിയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പരും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലേ ആ രീതിയിൽ അവർ ഇതാണെങ്കിൽ നമുക്ക് മാറ്റി കറൻസി ആണെങ്കിലും കോയിൻസ് ആണെങ്കിലും മാറ്റിയെടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു 22 വർഷത്തിന് മുന്നേ എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു, പൂർണ്ണിമ ഏജൻസി എന്ന് പറഞ്ഞാൽ ആര്യശാലയുള്ള. അദ്ദേഹത്തിൻ്റെ ശരിക്കും കളക്ഷനുണ്ട് ഈ കോയിൻസിൻ്റെ. അപ്പോൾ അതുമുതലാണ് ഈ ഒരു ക്രൈസ് തുടങ്ങിയത്. ഇതിൽ ആൾമോസ്റ്റ് കുറേയൊക്കെ ഞാൻ ഈ പല മീറ്റിങ്ങിനൊക്കെ ബോംബെയും ചെന്നൈയിലൊക്കെ പോകുമ്പോഴത്തേക്ക് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും വരാൻ ഉള്ളത്. ഇത് വന്നിട്ട് 40-ലുള്ള 1940-ലെ കറൻസിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഇയർ ഇതിനകത്തുണ്ട്. 1957-ലെ, പിന്നെ 71-ലെ ഉണ്ട്. ഇതെല്ലാം 1 രൂപയുടെ കറൻസിയാണ്. ഇത് ലാസ്റ്റിലത്തെ 2015-ലെ. പിന്നെ 2 രൂപയുടെയാണ് ഏറ്റവും പഴക്കം ചെന്നതും. എല്ലാം ഓരോ വെറൈറ്റി ഇതായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഈ 2 രൂപയുടെ തന്നെ മഹാത്മാഗാന്ധിയുടേതുള്ളതാണ്. ഇതെല്ലാം 2 രൂപയുടെയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റിലത്തെ 2 രൂപയുടേത്. അത് കഴിഞ്ഞാൽ പിന്നെ 5 രൂപയുടെ. ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ നോട്ടാണ്. ഇതും റയറായിട്ടുള്ളതാണ്. 5 രൂപയുടെ തന്നെ മഹാത്മാഗാന്ധിയുടെ അതുള്ളത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ 5ഒക്കെ. അതിനുശേഷം ലാസ്റ്റിലത്തെ 5 ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10-ൻ്റെയാണ്. കുറച്ചും കൂടെ വലിയ നോട്ടാണ്. ഇതിൽ പഴക്കം ചെന്ന നോട്ടാണ്. 10 രൂപയുടെ, പിന്നെ 10 രൂപയുടെ. ഇതിലും 10 രൂപയുടെ തന്നെ വെറൈറ്റി ഉള്ളതാണ്. ഇതിൽ മഹാത്മാഗാന്ധി ഉള്ളതാണ്. കുറച്ച് റയറായിട്ടുള്ള നോട്ടാണ്. ലാസ്റ്റിലത്ത് നമ്മുടെ 10 രൂപയുടെ. ഇത് 20 രൂപയുടെ നമ്മുടെ പഴയ നോട്ട് 20. തന്നെ പുതിയത് ലാസ്റ്റ് ഇറങ്ങിയത്. ഇത് 50 രൂപ നോട്ട്. ഇതിൽ തന്നെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് പറ്റി. അന്ന് ഫ്ലാഗ് ഒരു പ്രിൻ്റ് ചെയ്തിട്ടില്ല 50-ൻ്റെ. പിന്നെ അതിലുള്ള ഫ്ലാഗ് പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. 50 രൂപ. 100 രൂപയുടെ കുറച്ച് പഴക്കം ചെന്നിട്ടുള്ളതാണ്. ഇതിൽ ഒന്നിൽ മഹാത്മാഗാന്ധിയുടെ ഉള്ളതാണ്. നൂറിൻ്റെ വലിയ നോട്ടാണ്. വലുതാണ് 100 രൂപയുടെ.
ലാസ്റ്റ് ഇറങ്ങിയത്. ഇരുന്നൂറിൻ്റെ നമ്മുടെ 500 തന്നെ പഴയ ഒരു നോട്ടാണ്. നമ്മൾ നിർത്തലാക്കിയ 500 നോട്ട്. ഇത് 500, ഇത് 1000 നിർത്തലാക്കിയല്ല. രണ്ടായിരത്തിൻ്റെ ഇപ്പോൾ പഴയൊരു ലോട്ടറിയുടെ 69 23 വർഷത്തോളം ഉള്ള കളക്ഷനുണ്ട്. 23 വർഷമായിട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ ഒക്കെ നമ്മുടെ മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്യാറുണ്ട്. ഇതേപോലെ നമുക്ക് ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാലല്ലേ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ 862 ഈ രാജരാജ ചോള കാലത്തോളുണ്ട്. പിന്നെ പുത്തനുണ്ടല്ലോ, ഒരു പുത്തൻ 1768 ഒരു പുത്തൻ വെള്ളി നാണയം. ഒരു പുത്തൻ, 2 പുത്തൻ എന്നൊക്കെ, അതൊക്കെ വർഷങ്ങൾ ഇപ്പോഴൊക്കെ ഇപ്പം 100 വർഷം കഴിഞ്ഞാലെല്ലാം പുരാവസ്തുതകളാണല്ലോ. 1768 വരുമ്പോഴത്തേക്ക് ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തൊന്നും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ്. എന്നിരുന്നാലും മാക്സിമം നമ്മളുമായിട്ട് നമ്മൾ കുറച്ച് ഇതിൻ്റെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇത് ചെയ്തിട്ട് മേടിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ കോവിഡ് ഈ കാലം ആയതുകൊണ്ട് ഇപ്പം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഇതിലാണ്. കോയിൻസും ഇതുമാണ്. അത് ഇന്ത്യൻ കറൻസിയും ഇന്ത്യൻ കോയിൻസുമാണ് കൂടുതലും ഞാൻ കളക്ട് ചെയ്യാറില്ല. ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് അത് തന്നെയാണ്. കോയിൻസിൻ്റെ ഇത് പറഞ്ഞ പോലെ വെള്ളി നാണയമാണത്. പഴയ രാജരാജ ചോള 1000 വർഷം പഴക്കമുള്ളതാണ്. വെള്ളി നാണയമാണ്. പിന്നെ ഇത് ഒരു പുത്തൻ, 2 പുത്തൻ എന്ന് പറയും. 1758 ധർമ്മരാജ ആ സമയത്തുള്ള തിരുക്കൊച്ചിയുടെ. ഇത് ഒരു പുത്തൻ, ഇത് 2 പുത്തൻ. പിന്നെ ഇത് ചിഹ്നചക്രം എന്ന് പറയും. ഇതും വെള്ളി നാണയമാണ്, ബാലരാമവർമ്മയുടെ കാലത്തുള്ളത്. പിന്നെ ഇത് നരസിംഹപണം, ഗോൾഡ് കോയിനാണ്. പിന്നെ മൈസൂർ പണം എന്ന് പറയും. ഇത് വർഷം 1810, 68. ഇതിലെല്ലാം വർഷവും ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊരു ക്വാർട്ടറാണ്, വിക്ടോറിയയുടെ സമയത്തുള്ള 1862. പിന്നെ ക്വാർട്ടറാണയുടെ തന്നെ പല ഇത് എഡ്വേർഡിൻ്റെ, വിക്ടോറിയ, അങ്ങനെയാണ്. പിന്നെ ക്വാർട്ടറാണയുടെ തന്നെ ജോർജ് 6ാമൻ്റെ 5, 6, 5 അങ്ങനത്തെയാണ് ക്വാർട്ടറാണ. അരയണ. പിന്നെ ഇത് ഒരണയുടെ. പിന്നെ ഒരടയുടെ തന്നെ ജോർജ് 6ാമൻ, ജോർജ് 5, ജോർജ് 6 അങ്ങനെ പോകും. ഇത് ഒരെണ്ണ, 2 അണ. ഇത് 4 അണയുടെ. പിന്നെ ഇത് പഴയ ഒരു ചക്രം രാമവർമ്മയുടെ കാലത്തുള്ള RV. ഇത് ചിത്തിരഞ്ജന മഹാരാജൻ്റെ കാലത്തുള്ളതാണ്. 1931 മുതൽ 49 വരെയുള്ളതാണ്. ഒരു ചക്രം തന്നെ. ഇതിലിപ്പുറത്ത് ചിത്തിരഞ്ജനാളിൻ്റെ ഹെഡോട് കൂടിയതാണ്. ഇത് തിരുവിതാംകൂറിൻ്റെ തന്നെ ഒരു പണം, അന്നത്തെ ചിത്തിരഞ്ജനാളിൻ്റെ കാലത്തുള്ളതാണ്. 1931 49 വരെയുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാശ് ചിത്തിരഞ്ജനാളിൻ്റെ. പിന്നെ 4 കാശ്, 8 കാശ്, 8 കാശിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. പിന്നെ അര പൈസ, പിന്നെ ക്വാർട്ടർ രൂപ, തിരുവിതാംകൂർ. ഇതും ₹1 തന്നെ ചിത്തിരഞ്ജനാളിൻ്റെ ഉള്ള. പിന്നെ ₹1. പിന്നെ ₹1. 47 ഇത് 1 പൈസ. ഓട്ടക്കലന എന്ന് പറഞ്ഞിട്ടുള്ള 1944 ഓട്ടക്കലന. ഇതും ഓട്ടക്കലന തന്നെയാണ്. 45 ഇത് 1 പൈസ, അന്നത്തെ ചെമ്പിലുള്ള 1954. ഇത് നയാ പൈസ എന്ന് പറഞ്ഞ സാധനമാണ്. ചെമ്പിലുള്ളതാണ്, ചെറിയ തൊട്ടായിരിക്കും. ₹1. ഇത് 1 പൈസ, ₹1 അല്ല, സോറി, ഒരു നയാ പൈസയുടെ. ഇതും 1 പൈസയുടെ തന്നെ. പിന്നെ അതിനുശേഷമാണ് ഈ അലുമിനിയത്തിൽ ഇതിറങ്ങുന്നത്, 1 പൈസയുടെ. പിന്നെ 2 പൈസ, 2ൻ്റെ തന്നെ വേറെ 58 3 പൈസ. പിന്നെ 5 പൈസയുടെ. ഇതും 5ൻ്റെ വെറൈറ്റിയിലാണ്. 5ൻ്റെ ഇതെല്ലാം വർഷം എഴുതിയിട്ടുണ്ട്. 68, 70, 72, 93 ഒക്കെ 5ൻ്റെ. ഇത് കഴിഞ്ഞാൽ 10ൻ്റെ ആയി. 57, 70, 72, 78, 80, 82, 86, 88 അങ്ങനെ. അത് ലാസ്റ്റായിട്ട് ഇറങ്ങിയ 10 പൈസയുടെ സ്റ്റീൽ ടൈപ്പ്. അത് കഴിഞ്ഞ് പിന്നെ 20 പൈസയുടെ. ഈ സൂര്യനും താമരയും, അത് കുറച്ച് റയറായിട്ടുള്ളതാണ്. സൂര്യനും താമരയായിട്ട് ചേർന്നിട്ടുള്ള. ഇത് പഴയ നമ്മുടെ ആ കാലത്തേക്കുള്ള 70-ലേക്കുള്ള പറഞ്ഞതുപോലെ താമരയുടെ ഇതുള്ളത്. പിന്നെ 20 പൈസയുടെ തന്നെ. ഇത് 20 പൈസയുടെ ലാസ്റ്റിലത്തെ
പിന്നെ 1/4 രൂപ, പിന്നെ 25 പൈസ, 25 നയാ പൈസ എന്നുള്ള 61-ലാണിത്. പിന്നെ 25 പൈസയുടെ തന്നെ വെറൈറ്റികളാണ്. ഓരോ വർഷത്തെ 76 അങ്ങനെയുള്ള 52, ഇത് 88, 95 അങ്ങനെ. പിന്നെ 1/2 രൂപയായി, 1/2 രൂപയിൽ പിന്നെ 50 പൈസ, മഹാത്മാഗാന്ധിയുടെയും കൂടെ തലയുള്ളതാണ്. പിന്നെ 50 പൈസയുടെ വെറൈറ്റികളാണ്. ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ ഹെഡോട് കൂടിയത്. ഇത് 50 പൈസയാണ്. 50 പൈസയുടെ വെറൈറ്റികളാണ്. 50 പൈസ ലാസ്റ്റ് ഇറങ്ങിയതാണ് 2011. അത് കഴിഞ്ഞ് 1 രൂപയുടെ ഇതിൽ ഈ ഒരു പ്രത്യേകത ഉണ്ട്. അശോക ചക്രവും ഇപ്പുറത്ത് ഗാന്ധിയുടെ തലയാണ്. 1 റുപ്പി എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഡിജിറ്റലായിട്ടുള്ള ഇതിലില്ല. പിന്നെ 1 രൂപയുടെ തന്നെ 50, 64, പിന്നെ 75, 77, 79, 80. 1 രൂപയുടെ തന്നെ 1 രൂപയുടെ വ്യത്യസ്തമായിട്ടുള്ളത് 84, 85 വർഷങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. 1 രൂപയുടെ തന്നെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇത് ലാസ്റ്റ് ഇറങ്ങിയ 1 രൂപയുടെ 2011. പിന്നെ 2 രൂപയുടെ ഏഷ്യൻ ഗെയിംസിലെ 82, 2 രൂപയുടെ തന്നെ വെറൈറ്റി 2004, 2005, 7, 9, 11, 2019 ലാസ്റ്റ് ഇറങ്ങിയത് 2 രൂപ. പിന്നെ 5 രൂപയുടെ 89, 5 രൂപ ഇന്ദിരാഗാന്ധിയുടെ ഹെഡോട് കൂടിയത്. എല്ലാം 5-ൻ്റെ നാണയങ്ങളാണ്. ലാസ്റ്റിലത്തെ 2010, 2011 ലാസ്റ്റ് ഇറങ്ങി. പിന്നെ 2012 ലാസ്റ്റ് ഇറങ്ങിയത് 2019 5 രൂപയുടെ ലാസ്റ്റിലത്തെ തൊട്ട്. 5 രൂപയുടെ പഴയ തൊട്ടാണ്. ഇത് 10 രൂപയുടെ അന്നത്തെ ആയിട്ടുള്ള വെള്ളി നാണയമാണ്. ഇത് 10 രൂപയുടെ മഹാത്മാഗാന്ധിയുടെ ഹെഡുള്ളതാണ്. 10 രൂപ ഇപ്പം ഇഷ്ടംപോലെ വെറൈറ്റി വരുന്നുണ്ട്. പക്ഷേ ഇത് 10 രൂപയുടെ കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്, പ്യുവർ വെള്ളിയാണ്. ഇത് 2006 10 രൂപ തൊട്ടാണ്. 2007, 2008, 2010, 12, 2012 അത് ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇതിനുള്ള പ്രത്യേകതകൾ കാണാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഇതിൻ്റെയൊക്കെ ഇത് കയർ ഇതിൻ്റെ 60 years ഓഫ് കയർ ബോർഡ് അങ്ങനെയുള്ള 10 രൂപയുടെ 10-ൻ്റെ വെറൈറ്റികളാണ്. 2014 ഇത് ലാസ്റ്റ് ഇറങ്ങിയ 2020. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെഡ്സാണ് ഈ ഓരോരുത്തരുടെയും. ഇപ്പം ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇത് തിരുവള്ളൂരിൻ്റെയാണ്. അങ്ങനെ ഇത് 44 കളക്ഷനുണ്ട്. ദാനേശ്വർ, തുക്കറാം, റാണാ പ്രതാപ്, ശിവജി, ദുർഗാദാസ്, നവറോജി, നാരായണ ഗുരു, സദ്ഗുരു, റാം സിംഗ്, ചാണക്യൻ, രവീന്ദ്രനാഥ് ടാഗോർ, മോത്തിലാൽ നെഹ്റു, മദൻ മോഹൻ മാളവ്യ, ലോക്മാന്യ തിലക്, ഗംഗാധര തിലക്, വിവേകാനന്ദൻ്റെ, മഹാത്മാഗാന്ധി, അതുപോലെ വേറെ വെറൈറ്റി, ചിത്തരഞ്ജൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ, മൗലാന അബ്ദുൽ കലാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്നെ. ഇത് ക്യാപ്പില്ലാത്ത ഒരു പഴയ കോയിനാണ്. ഇത് ക്യാപ്പ് വെച്ചിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ പുതിയ ഇതിറക്കിയതാണ്, 2014 ഇറക്കിയത്. അംബേദ്കറിൻ്റെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, അരവിന്ദോ, ശ്യാമപ്രസാദ്, ജയപ്രകാശ് നാരായൺ, കാമരാജ്, ലാൽ ബഹദൂർ ശാസ്ത്രി, ഭഗത് സിംഗ്, ഹോമി ബാബ. ഇത് ഇയർ അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. 1904 ആ ഇയറിൻ്റെ ഇതിനനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. മദർ തെരേസയുടെ ലാശലത്തെ, ആചാര്യ തുളസി, ബീഗം അക്ബർ, സ്വാമി ചിന്മയാനന്ദൻ്റെ ലാസ്റ്റിലത്ത് ഇറങ്ങി, മൈസൂർ രാജ. ഇത്രയാണ് ഹെഡ്സിൽ ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇതിൻ്റെ ഓരോ 25th ബർത്ത് ആനിവേഴ്സറിയുടെ ഉണ്ട്. അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ അങ്ങനെയുള്ള നാണയങ്ങളാണ് പിന്നെ വരുന്നത്. നമ്മളിൽ കറൻസിയിൽ വേറെ കുറച്ച് ഈ ഫാൻസി നമ്പർ എന്നുള്ള, അതായത് 000 ഫസ്റ്റിലത്തെ, ലാസ്റ്റ് 000, അതുപോലെ 111 ലാസ്റ്റ് 111, 222 ലാസ്റ്റിലത്തെ, 333 ലാസ്റ്റ് 333, 4, 444, 444, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, അതുപോലെ 50 അതേപോലെ 0, 01,
അങ്ങനത്തെ ഫാൻസി നമ്പർ 50യുടെ, പിന്നെ 20 റുപ്പീസ്, 10 റുപ്പീസിൻ്റെ, 20 അതേപോലെ, പിന്നെ 10 റുപ്പീസിൻ്റെ കോയിൻസിൻ്റെ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ 2011 വരെയുള്ള എല്ലാ അതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമുക്ക് ഫസ്റ്റിലത്തെ ഇപ്പം 1 രൂപ ഇത് 49-ലാണ് അതിൻ്റെ ഉണ്ടത്. അതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കി അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണേഴ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ആരുടെയൊക്കെയാണ് സൈൻ വന്നിട്ടെന്നുള്ളത് കംപ്ലീറ്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ളത്, അതായത് 91 മുതൽ 94 വരെ ചെയ്തിരിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെയൊക്കെ ഉണ്ട്, 76 മുതൽ 80 വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് നമുക്ക് അഥവാ നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് റെഫറൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നോട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലത്തെ പ്രശ്നമുള്ളതാണ്, വേറെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് മാറ്റത്തക്ക രീതിയിൽ കോയിൻസ് വേണമെങ്കിൽ കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യാം. പഴയുള്ള രീതിയിലുള്ള എല്ലാ ഇതുമുണ്ട്. കംപ്ലീറ്റ് പഴയ നാണയങ്ങളുടെ ശേഖരം. ഇത് കോയിൻസിലെ ഇത് 50 രൂപ കോയിനാണ്, 50 രൂപയുടെ മഹാത്മാഗാന്ധിയുടെ ഇതായിട്ടുള്ളതാണ് 50 രൂപ കോയിൻ. ഇത് അതിൻ്റെ കൂടെ ഇത് ആ സമയത്ത് ഇറക്കുന്നതാണ്. 5 രൂപ കോയിനിൽ തന്നെ അതും ഉണ്ടാവും. 50 രൂപയുടെ ഇത് വരുമ്പോൾ ഇത് അവരൊരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ 75 രൂപയുടെ ഉണ്ട്, 75ൻ്റെ കോയിനാണ്. അത് ഒരു 75-ൽ ആ സമയത്തുള്ള 1, 2, 10 രൂപയുടെയൊക്കെ ആ എംബ്ലത്തിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ആ എംബ്ലത്തോട് കൂടിയ ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് 150-ൻ്റെയാണ്. ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ കലമാൻ്റെ ഇതുള്ളത് 5 കലമാനുള്ളതിനൊക്കെ 1 കോടി രൂപ വിലയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസാണ്. പറഞ്ഞതുപോലെ പലയിടത്തുമായിട്ട് കൊണ്ടാക്ഷൻ കഴിഞ്ഞത് പുറത്തൊന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാലേ നമുക്കത് കളക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമായിരിക്കും. മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം കളക്ട് ചെയ്യും. ഇനി കുറച്ച് കോയിൻസും കൂടെ ഉണ്ട് ഇതിപ്പോൾ ഈ ആൽബത്തിനകത്ത് ആക്കാൻ വേണ്ടി. ഈ കോയിൻസിനകത്ത് ഇത് ഇൻസെർട്ട് ചെയ്യാനുള്ള സാധനം. അപ്പോൾ ഇതെല്ലാം ആ കറക്റ്റ് അളവിനകത്ത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഇതേപോലെ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോന് കുറച്ച് ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പം 9th അനന്തൻ എന്നാണ് പേര്. തുരുമ്പെടുക്കുന്നതാണ് ഇതിൻ്റെ ഈ സാധനമേ. അപ്പോൾ നമ്മളിത് വരുമ്പോഴത്തേക്ക് ഇതിൽ തുരുമ്പ് പിടിക്കും ഈ സ്റ്റാപ്ലർ അടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ സാധാരണ അല്ലെങ്കിൽ കോപ്പറിൻ്റെ സ്റ്റാപ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നായിരിക്കും. അത് കിട്ടാത്തതുകൊണ്ട് നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഇത് ചെയ്യാതെ ഇത് വരാതിരിക്കാൻ വേണ്ടി, തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയതിലുള്ള പേപ്പർ കട്ടിങ്സ് കാര്യങ്ങൾ മഹാത്മാഗാന്ധിയുടേതായിരുന്നാലും മരണത്തിൻ്റെ ഇത്, പിന്നെ നാരായണഗുരുവിൻ്റെ ഇത് കർണാകരൻ വരച്ച ചിത്രമാണത്. കർണാകരൻ വരച്ച ഫൈനാൻസ് കോളേജിൽ പഠിച്ചതിൻ്റെ അതാണ്. പിന്നെ പഴയ പരസ്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് പേപ്പർ കട്ടിങ്സിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ 47 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തെ പത്രമാണത്. 47.